Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം മലയാളത്തിൽ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ മൊഡ്യൂളിൽ വരുന്നത് വിമർശനങ്ങളാണ്. ബാല്യകാല സഖിയുടെ അവതാരിക, മെരുങ്ങാത്ത മരപ്പാവകൾ എന്നീ ചാപ്റ്റേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് തന്നെ ഉപന്യാസരചന കൊടുത്തിട്ടുണ്ട്. ഉപന്യാസരചനയിൽ ആമുഖം, ഖണ്ഡികകൾ, പരസ്പര ബന്ധം എന്ന് പറഞ്ഞിട്ട് ഉപന്യാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഉപന്യാസത്തിലെ ഘട്ടങ്ങൾ എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഘട്ടങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് പറഞ്ഞത്. പിന്നെ സാഹിത്യ വിമർശകരുണ്ടല്ലോ, വിമർശകർ അവരുടെ വിമർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഓരോ വിമർശകരുടെയും പ്രധാന പോയിൻറ്റ്സുകൾ മാത്രമുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ വീഡിയോസിലെ പോയിൻറ്റ്സുകൾ പഠിച്ച് വെക്കുക. അതിൽ ഫുള്ള് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 4-5 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ച് വെക്കുക. എങ്ങാനും 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അതുപോലെ പ്രധാന വിമർശകർ MP പോൾ, സുകുമാർ അഴീക്കോടൊക്കെ പ്രശസ്ത വിമർശകരാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ടൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട്, 2 മാർക്കിനൊക്കെ ചോദിക്കും. അതുകൊണ്ട് അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ എന്തായാലും നോക്കുക. ആ വീഡിയോ മസ്റ്റായിട്ടും എല്ലാവരും കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭഗ്നാശർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ ഇവ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ, അതിനെയാണ് നമ്മൾ ഭഗ്നാശ എന്ന് പറയുന്നത്, ആ ഒരു ഭാവത്തിന് കേട്ടോ. അപ്പോൾ അതുള്ള വ്യക്തികളെ നമ്മൾ ഭഗ്നാശർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, MP പോളിൻ്റെ അവതാരികയിൽ പരാമർശിക്കുന്ന പഞ്ചുമേനോൻ ആരാണ്? ഉത്തരം, ഇന്ദുലേഖ നോവലിലെ പഴയ നമ്പൂതിരി നായർ സമുദായ വ്യവസ്ഥയെയും പരമ്പരാഗത ചിന്താഗതിയെയും പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള പഞ്ചുമേനോൻ. മൂന്നാമത്തെ ചോദ്യം, ബഷീർ കൃതികളുടെ കലാഗുണം ഭാവദീപ്തിയാണെന്ന് പോൾ പറയുന്നു. എന്താണ് ഭാവദീപ്തി? ഉത്തരം, വികാരങ്ങളുടെ ഉജ്ജ്വലമായ അവതരണമാണ് ഭാവദീപ്തി. അതായത് ഒരു കൃതി വായിക്കുന്ന സമയത്ത് ആ ഒരു വികാരം ഉണ്ടല്ലോ, നോവലിലെ വികാരം, അത് നമ്മുടെ വായനക്കാരുടെ മനസ്സിലൂടെ അനുഭവപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് ഭാവദീപ്തി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബാല്യകാല സഖിക്ക് ചെറുകഥയുടെയും നോവലിൻ്റെയും സവിശേഷതകളുണ്ടെന്ന് MP പോൾ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, ചെറുകഥയ്ക്ക് ചേർന്ന ഗുണങ്ങളും നോവലിൽ മാത്രം കാണുന്ന പ്രത്യേകതകളും ഇതിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം, സാഹിത്യവും സാമുദായികതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് MP പോൾ പറയുന്നു. ഇക്കാര്യം ബാല്യകാല സഖിയെ മുൻനിർത്തി അദ്ദേഹം സാധൂകരിക്കുന്നത് എങ്ങനെ? ഉത്തരം, ഒരു സമുദായത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യമാണ്. അതുകൊണ്ടാണ് ഈ സാഹിത്യവും സാമുദായികതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല്യകാല സഖിയിൽ ആ ഒരു മുസ്ലിം സമുദായത്തെ നമുക്ക് എടുത്തു കാണിച്ചതും വായനക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു സമുദായം വന്നതും ഈ ഒരു ബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബഷീർ എഴുത്തിലൂടെ നിർവഹിച്ച സമുദായ സേവനം എന്താണെന്ന് പോളിൻ്റെ അഭിപ്രായം? ഉത്തരം, ഇസ്ലാം മതത്തിൻ്റെ സൗന്ദര്യവും സംസ്കാരവും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ബഷീർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അടുത്തത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ഭാഷയിൽ സംഭവിക്കുന്ന ഭാവുക വ്യതിയാനത്തെ സൂക്ഷ്മമായി അടയാളപ്പെടുത്താണ് വിമർശനത്തിൻ്റെ ലക്ഷ്യം. ബാല്യകാല സഖിയുടെ അവതാരികയെ മുൻനിർത്തി ചർച്ച ചെയ്യുക. അതുപോലെ സാഹിത്യ ജനുസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ ആ ഒരു സമ്മറി പഠിച്ചു വയ്ക്കുക. എസ്സേ വരുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട സമ്മറിയൊക്കെ നന്നായി പഠിക്കുക എന്ന് തന്നെയാണ്. അടുത്തത്, മെരുങ്ങാത്ത മരപ്പാവകൾ എന്ന വിമർശനത്തിലെ പ്രധാന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അധ്യാപക കഥകൾ എഴുതിയ കഥാകൃത്ത് എന്ന് കാരൂർ അറിയപ്പെടുന്നത് എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ ജീവിത പ്രശ്നങ്ങൾ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, മരപ്പാവകളിലെ നായികയുടെ പേരിന് കൽപ്പറ്റ നാരായണൻ കാണുന്ന വിശേഷം എന്ത്? ഉത്തരം, ഇവിടെ ലേഖകൻ കഥയിലെ നായികയുടെ പേരിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഭാഷയുടെ അപര്യാപ്തതയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ചിന്തിച്ച ഒരുവളുടെ പേരാണത് എന്നാണ് ആശ്ചര്യപ്പെടുന്നത്. അതുപോലെ തന്നെ കുമാരനാശാൻ്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള നളിനിയിലെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, മെരുങ്ങാത്ത മരപ്പാവകൾ എന്ന ശീർഷകത്തിൻ്റെ സാങ്കത്യം എന്ത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. മെരുങ്ങാത്ത മരപ്പാവകൾ എന്ന് പറയുമ്പോൾ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാരണം അവൾ പെട്ടെന്നൊന്നും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, പെട്ടെന്നൊന്നും മെരുങ്ങുന്ന ഒരു കഥാപാത്രമല്ല. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ എഴുതുന്ന ഒരു ചാപ്റ്ററാണിത്.
പിന്നെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ ക്രമമായി വെളിപ്പെട്ട് വരുന്ന ഒരു കഥയാണ് മരപ്പാവകൾ എന്ന് സമർത്ഥിക്കാൻ കൽപ്പറ്റ നാരായണൻ കണ്ടെടുക്കുന്ന സന്ദർഭങ്ങൾ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളുണ്ടല്ലോ, ആ ഒരു സംഭാഷണങ്ങൾ നോക്കിയിട്ട് ആ സംഭാഷണങ്ങളുടെ ഭാഗം എടുത്തിട്ട് നമ്മൾ അതിനെ വിശദീകരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെയും മെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സമ്മറി തന്നെയാണ് പ്രധാനം. ഇനി നമുക്ക് വിവാഹ സമ്മാനം എന്ന ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹ ജീവിതം യാന്ത്രികമായി തീരുന്നത് എപ്പോൾ? എപ്പോഴാണ്? ഭാര്യാഭർത്തൃ ബന്ധം പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. അത് ഇല്ലാതാവുമ്പോഴാണ് യാന്ത്രികമായി തീരുന്നത്. രണ്ടാമത്തെ ചോദ്യം, അവർക്കൊന്നും വ്യക്തികൾ എന്ന നിലയ്ക്ക് അസ്തിത്വമില്ല. എന്താണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം, സ്വതന്ത്ര വ്യക്തികളായിട്ട് അവരെ ആരും പരിഗണിക്കുന്നില്ല. അവർ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. കാരണം വിവാഹ സമ്മാനം എന്ന കവിതയിലെ സ്ത്രീ, ആ ഒരു ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് മാത്രമേ അവിടെ അസ്തിത്വമുള്ളൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രത്യയശാസ്ത്രം എന്ന പദത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദം ഏത്? ഉത്തരം, ഐഡിയോളജി. അടുത്ത ചോദ്യം, ആൺകോയ്മയെ പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്ക് വിലയിരുത്തുക. ഉത്തരം, ആൺകോയ്മ എന്ന് പറയുന്നത് ഒരു കുടുംബരീതി മാത്രമല്ല, പുരുഷ മേൽക്കോയ്മയെ ന്യായീകരിക്കുകയും സമൂഹത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന ശക്തമായൊരു പ്രത്യയശാസ്ത്രമാണ്. അടുത്ത ചോദ്യം, വിവാഹ സമ്മാനം എന്ന കവിതയിലെ ചേച്ചി അനുഭവിക്കുന്ന ഏകാന്തതയുടെ സാമൂഹിക തലം വിശദമാക്കുക. ഉത്തരം, വിവാഹ സമ്മാനം എന്ന കവിതയിലെ പ്രധാന കഥാപാത്രമാണ് ചേച്ചി. പരമ്പരാഗതമായ പ്രത്യയശാസ്ത്രത്തിന് വഴങ്ങാതെ ജീവിതത്തിൽ സ്വതന്ത്രമായ വഴിവെട്ടാൻ ശ്രമിക്കുന്ന നായിക. സമൂഹം ഉദാത്തമായി പരിപാലിപ്പിക്കുന്ന പിന്തുടർന്നു പോരുന്ന കാപട്യങ്ങളെ അവൾ തുറന്നു കാണിക്കുന്നു. സ്വന്തം അമ്മയ്ക്ക് പോലും അവളെ മനസ്സിലാവുന്നില്ല. പരമ്പരാഗത ചിട്ടവഴക്കങ്ങൾ പിന്തുടരുന്ന അനുജത്തിയോടാണ് വീട്ടുകാർക്ക് പ്രിയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തത, അവൾ ഒറ്റപ്പെടലാണ് അവിടെ അനുഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ അവൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് എടുത്തിട്ടുള്ള ക്ലാസ്സിൽ. അപ്പോൾ അതൊന്ന് എല്ലാവരും കേട്ട് നോക്കുക. അടുത്ത ചോദ്യം, കവിതയിലെ ആഖ്യാതാവായ കുട്ടിയുടെ എന്ത് സവിശേഷതയാണ് നിരൂപകൻ കണ്ടെത്തുന്നത്? ഉത്തരം, ആൺകോയ്മ ഉറച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയാണ് ആ ഒരു ചെറിയ കുട്ടി. അമ്മയുടെയും കൊച്ചേട്ടത്തിയുടെയും തരത്തിൽപ്പെടാനും പ്രായമായിട്ടില്ല. അവൻ കാൽപ്പനികമായി നിർണയം ചെയ്യപ്പെടുന്ന ഒരു നിഷ്കളങ്ക രൂപമായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് വിവാഹ സമ്മാനം പൂട്ടും തുറപ്പും എന്ന നിരൂപണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഏകാന്ത തലത്തെക്കുറിച്ച് വിശദീകരിക്കാനോ ഒക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഏത് എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമ്മറി പ്രധാനമാണ്. സമ്മറി നന്നായി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എസ്സേ ഏത് ചോദ്യമാണോ ചോദിച്ചാൽ അതുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി മൊഡ്യൂൾ അടുത്ത ക്ലാസ്സിൽ.